കളി കണ്ടു കാണുമല്ലോ. ഒരു രക്ഷയില്ല കേട്ടോ. അർജൻറ്റീന ഇതാദ്യമായിട്ട് ഈ വേൾഡ് കപ്പിൽ അവരൊരു നല്ല കളി കളിച്ചു. ഫിഫ കളിച്ചില്ല, റഫറി കളിച്ചിട്ടില്ല, മെസ്സിയും പിള്ളേരും തന്നെ കളിച്ചു. ഇംഗ്ലീഷ് ടീം നല്ല ഗംഭീര കളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് ഇംഗ്ലണ്ടിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഗെയിമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു 55th മിനിറ്റിലിട്ട് ഗോൾ അടിച്ചോടുകൂടിയിട്ട് ഇംഗ്ലണ്ട് വിചാരിച്ചു ഇനി നമുക്കങ്ങ് വലിയാന്നുള്ളത്. അവർ ബാക്കോട്ടങ്ങ് വലിഞ്ഞു, അർജൻറ്റീന മുന്നോട്ടങ്ങ് കുതിച്ചു. പിന്നെ അർജൻറ്റീനയുടെ ഒരു കളിയായിരുന്നു. അതായത് ഒരു വലിയൊരു സിംഹത്തിന് ഈ ഹൈനാസ് ഒന്നിച്ച് ചുറ്റും കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചാടി അവരെ ഹണ്ട് ചെയ്യുമല്ലോ എന്നതുപോലെ. നമ്മളൊന്ന് വെച്ചാൽ കെനിയയിലൊക്കെ മസായിമാരയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്നതുപോലെ ഇവർ അർജൻറ്റീനയുടെ ഒരു വേട്ടപ്പട്ടിക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ഹണ്ടിങ് ഡോഗ്സ് ഉണ്ടല്ലോ. ഇവർ ഇംഗ്ലീഷ് ബോക്സിനങ്ങ് ഡോമിനേറ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിന് പിന്നെ കുറച്ച് സമയത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അതായത് ഫസ്റ്റ് ഗോൾ വീണു, സെക്കൻഡ് ഹാഫാണ്, ഇനി ഒരു അരമണിക്കൂറുള്ളൂ കളി തീരാൻ എന്ന് കരുതിയിട്ട് അർജൻറ്റീന പേടിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഗംഭീര സ്ട്രാറ്റജി. മെസ്സിനെ തന്നെ സെൻറ്ററിലോ ലെഫ്റ്റിലോ അല്ല, റൈറ്റിലാണ് കൊണ്ടുപോയിട്ടിരുന്നത്. മെസ്സി ഓരോ തവണ പന്ത് തൊടുമ്പോഴും കാണുന്നവർക്കും അറിയാം, മെസ്സിക്കും അറിയാം, അർജൻറ്റീനക്കാർക്കും അറിയാം അവിടെ എന്തോ ഒന്ന് നടക്കാൻ പോകുന്നുള്ളത്. ആ രീതിയിൽ മെസ്സി, ഈ മനുഷ്യൻ ഇന്നും ഗോട്ട് ആയിട്ട് നിൽക്കുന്നത് എന്തെന്നുള്ളത് ഈ സെമി ഫൈനലിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെ അവർ 1960s ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അവർക്ക് ഫൈനലിലെത്താൻ പറ്റിയിട്ടില്ല. അവർ മാക്സിമം സെമിയിലെത്തിയിട്ട് തിരിച്ചു പോകാൻ പതിവ്. ഇത്തവണ ഹാരി കെയ്നും അതുപോലെ തന്നെ ബെല്ലിങ്ങാമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊരു ഫൈനലിലെത്താനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു, നല്ല മൊമെൻറ്റും ആയിരുന്നു. പക്ഷേ അർജൻറ്റീന പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ മെസ്സി പ്രൂവ് ചെയ്തു. രണ്ട് ടീമും ഒരുപോലെയായിരുന്നു. അവർക്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയണൽ മെസ്സി നമ്പർ 10 ഈ ഒരു പ്രായത്തിലും പുള്ളിയുടെ സ്പീഡും പുള്ളിയുടെ സ്ട്രാറ്റജിയും പുള്ളിയുടെ ഗെയിം പ്ലാനും മൊത്തത്തിൽ മാറ്റിമറിച്ചു. അർജൻറ്റീന ഹേറ്റേഴ്സ് ഉൾപ്പെടെ ഇപ്പം ഈജിപ്തിനെതിരെയുള്ള കളിയിലും സ്വിറ്റ്സർലാൻഡിനെതിരെ കളിയിലും ഈവൻ കേപ്പ് വെർദെക്കെതിരെയുള്ള കളിയിൽ വരെ നമുക്ക് പക്ഷേ അർജൻറ്റീനയോട് വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഇന്ന് അവർ കളിച്ച് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അത് റഫറിക്കും ക്രെഡിറ്റ് ഇല്ല, ഫിഫയ്ക്കും ക്രെഡിറ്റ് ഇല്ല. അർജൻറ്റീനയ്ക്ക് സമാധാനമായിട്ട് അന്തസ്സോടെ നെഞ്ചു വിരിച്ച് പറയാൻ പറ്റും, ഞങ്ങൾ കളിച്ച് ജയിച്ചതാണെന്നുള്ളത്. അതാണ് ഫുട്ബോളിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?